ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 11-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ദൈവം തന്റെ ജനമായ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന ഒരു വചനമാണിത്. ഒരു വ്യക്തിയുടെ അരക്കച്ച അരയോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മിഡിലിൽ മറ്റൊന്നില്ല, നമ്മളോട് ചേർന്നിരിക്കുന്ന അത്രയും വലിയ അവസ്ഥ. അതായത് ദൈവവുമായിട്ട് ഒന്നിച്ചായിരിക്കുമ്പോൾ അതിനിടയിൽ മറ്റൊന്നില്ലാത്ത ഒരവസ്ഥയുണ്ട്. ഒരു ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഗാധമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ദൈവവചനത്തിൽ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. ദൈവത്തോടൊപ്പം മനുഷ്യമക്കളായിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ കാണുന്നത്. അകന്നു പോകുന്നവരെ ചേർത്ത് പിടിക്കാൻ നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രൻ അകന്നു പോയപ്പോ തിരിച്ചു വരാനുള്ള കൊതിയോടെ കാത്തിരിക്കുന്ന പിതാവിന്റെ ചിത്രവിശ്വം നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എത്രമാത്രം ദൈവത്തോട് ഒരു വ്യക്തി അടുത്തിരിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നേക്കാൾ അധികം ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പുത്രനായി അവിടുന്ന് അവതരിച്ച് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുമെല്ലാം. പ്രിയപ്പെട്ടവർ, ഈ വചനം ആഴത്തിൽ ഗ്രഹിക്കുമ്പോൾ ഓരോ നിമിഷവും ഈശോയുടെ അടുത്തായിരിക്കാനുള്ള കൃപ നമുക്ക് ചോദിക്കാം. ഈശോ അതിനായിട്ട് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ധ്യാനത്തിന്റെ 1-ാം ദിവസമാണെന്ന് എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.